പുതിയ KPCC പ്രസിഡന്റ് ആർക്കും അറിയാത്തതുപോലെ ഈ ഒരു സംഘടനയെക്കുറിച്ച് അറിയാവുന്നവരും ചുരുക്കമായിരിക്കും. UNMOGIP എന്ന ഈ സംഘടനയും നെഹ്റു സൃഷ്ടിച്ചതാണ്. അതിൻ്റെ ജോലി കശ്മീർ നിരീക്ഷിച്ച് അതിർത്തി ലംഘിക്കുന്നവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഐക്യരാഷ്ട്രസഭയിലേക്ക് അയക്കുക എന്നതായിരുന്നു. അത് ഇന്ത്യയായാലും പാകിസ്ഥാനായാലും ഇരു രാജ്യങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സംഘടനയുടെ മുഴുവൻ ചെലവും ഇന്ത്യയാണ് വഹിച്ചുകൊണ്ടിരുന്നത്. 40 ഉദ്യോഗസ്ഥരും അവരുടെ ഭാര്യമാരും കുട്ടികളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ ഏകദേശം 200 പേരെ 5 സ്റ്റാർ സൗകര്യങ്ങൾ നൽകി ഇന്ത്യ തീറ്റിപ്പോറ്റി വരികയായിരുന്നു ഇതുവരെ. എന്നാൽ ഈ ഉദ്യോഗസ്ഥർ ഒരിക്കലും നിഷ്പക്ഷമായി സംസാരിച്ചിട്ടില്ല. പാകിസ്ഥാനെ 100% പിന്തുണച്ചു മാത്രമാണ് അവർ ഇതുവരെ സംസാരിച്ചിട്ടുള്ളത്. പാകിസ്ഥാന്റെ ഭീകരപ്രവർത്തനത്തിന് തെളിവുകൾ ഒന്നുമില്ലായിരുന്നു അവർ ഐക്യരാഷ്ട്രസഭയ്ക്ക് സ്ഥിരമായി അയച്ചിരുന്ന റിപ്പോർട്ടുകളിലൂടെ പറഞ്ഞിരുന്നത്. 75 വർഷമായി ഇന്ത്യയിൽ കഴിയുന്ന, ഇന്ത്യ നൽകുന്ന ശമ്പളം വാങ്ങുന്ന, ഇന്ത്യ നൽകുന്ന ആഡംബര ബംഗ്ലാവുകളിൽ ഉയർന്ന പദവികൾ ആസ്വദിക്കുന്ന, പാകിസ്ഥാനെ പിന്തുണച്ച് മാത്രം സംസാരിക്കുന്ന, പാകിസ്ഥാനെ അനുകൂലിച്ച് മാത്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സന്ദേശങ്ങൾ അയക്കുന്ന ഈ സംഘടനയുടെ കാര്യം മോദി അറിഞ്ഞ ഉടൻ തന്നെ ഈ 40 UN ഉദ്യോഗസ്ഥരുടെയും വിസ ഉടൻ റദ്ദാക്കണമെന്നും അവർ 10 ദിവസത്തിനുള്ളിൽ ഇന്ത്യ വിടണമെന്നും അദ്ദേഹം ഉത്തരവിട്ടു. ഇതവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. സ്വന്തം രാജ്യത്ത് പോലും അനുഭവിക്കാൻ കഴിയാത്ത എല്ലാ സുഖ സൗകര്യങ്ങളും ഇന്ത്യയിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന ഈ UN ഉദ്യോഗസ്ഥർ 10 ദിവസത്തിനുള്ളിൽ രാജ്യം വിടാനുള്ള നീക്കങ്ങളാണ് നടത്തേണ്ടത് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരിക്കുന്നത്.